ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊരു ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, സാധാരണ ഷോർട്സ് കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെ വേഗത്തിൽ വ്യൂസ് ലഭിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് വ്യൂസ് ലഭിച്ച വീഡിയോ വരെ പെട്ടെന്നൊരു ദിവസം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വീഡിയോ അവിടെ കാണാതെ വരിക, അതിൽ യൂട്യൂബ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു അവസ്ഥ ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കാറുണ്ട്. പെട്ടെന്നൊരു ദിവസം അവരുടെ വളരെ വ്യൂസ് കൂടിയ വീഡിയോസ് ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അതുപോലെ യൂട്യൂബ് അൺലിസ്റ്റഡ് ആക്കി വെക്കുന്നു. ലക്ഷക്കണക്കിന് വ്യൂസ് വന്ന വീഡിയോ വരെ ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ, അതായത് അവർ ഒറിജിനലി അവരുടെ വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്, സ്ട്രൈക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അങ്ങനെ പെട്ടെന്ന് ഡിലേറ്റ് ആയി പോകുന്നു എന്ന് പറയാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്, അതുപോലെ ഇങ്ങനെ കേസ് നിങ്ങളുടെ ചാനലിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. സാധാരണ നമ്മൾ പല രീതിയിൽ ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഓൺ വോയിസിൽ ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓഡിയോ ലൈബ്രറി ഒക്കെ എടുത്ത് അതിൽ നിന്ന് വോയിസ് എടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഷോർട്സ് കണ്ടൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു എക്സാമ്പിളായിട്ട് നിങ്ങളൊരു ഷോർട്സ് കണ്ടൻറ്റ് ചെയ്യുകയാണ്. ആ ഒരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മ്യൂസിക് എവിടെ നിന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ മ്യൂസിക് അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ മ്യൂസിക് എടുത്തിട്ട് ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മളങ്ങനെ എടുത്ത് ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നല്ല വ്യൂസൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. മില്യൺസ് വ്യൂസ് ലഭിച്ചാലും ഇനി വ്യൂസ് ലഭിച്ചില്ലെങ്കിലും ആ ഒരു ഷോർട്സ് കണ്ടൻറ്റ് ഇങ്ങനെ വ്യൂസ് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും അതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ ഷോർട്സിൽ ഉപയോഗിച്ച മ്യൂസിക് വേറൊരാളുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ അയാളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു വീഡിയോയെ ബാധിക്കും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയാളുടെ ചാനൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട, ചാനൽ സ്ട്രൈക്കൊക്കെ വന്ന് പൂട്ടിപ്പോയി, എന്ത് കാരണങ്ങൾ കൊണ്ടും യൂട്യൂബിൽ നിന്ന് ആ ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററുടെ ആ ഒരു വീഡിയോ റിമൂവ് ആയി കഴിഞ്ഞാൽ ആ ഒരു വോയിസ് ഉപയോഗിച്ച്, അയാളുടെ ആ കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ട് ആരൊക്കെ എന്തെല്ലാം ഷോർട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഈ ഒരു ഇമെയിൽ വരുന്നതാണ്. പലരും ഇമെയിൽ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇമെയിൽ വരുമ്പോൾ അതിൽ നിന്ന് പറയുന്നത്, നിങ്ങളുടെ ഷോർട്സ് അതായത് യൂട്യൂബ് അൺലിസ്റ്റഡ് ആക്കി വെക്കും. അപ്പോൾ നിങ്ങളൊരു ഷോർട്സ് കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട്, വേറൊരാളുടെ മ്യൂസിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആ ഒരു ഓഡിയോ മ്യൂസിക് അയാളുടെ ഒറിജിനൽ കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഇവിടെ അൺലിസ്റ്റഡ് ആയിട്ട് യൂട്യൂബ് മാറ്റിവെക്കും. 30 ദിവസത്തെ സമയമാണ് തരിക. അതിൻ്റെ ഉള്ളിൽ, അതായത് പബ്ലിക്കിൽ നിന്ന് മാറ്റി അൺലിസ്റ്റഡ് ആയി. അപ്പം നമ്മൾ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു വീഡിയോ അവിടെ കാണുന്നതല്ല. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ മാത്രം കാണാം, അൺലിസ്റ്റഡ് ആക്കി കാണാൻ കഴിയും. അത് 30 ദിവസം മാത്രമാണ്. 30 ദിവസം കഴിഞ്ഞാൽ യൂട്യൂബ് ആ ഒരു ഷോർട്സ് നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. ഇതുപോലൊരു മെയിൽ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ ഒരു ഇമെയിലാണെന്ന് കരുതി ഒഴിവാക്കരുത്. മുകളിൽ നമുക്ക് കാണാം, യുവർ യൂട്യൂബ് ഷോർട്സ് ഹാസ് ബീൻ മ്യൂട്ടഡ് ആൻഡ് മാർക്ക്ഡ് ആസ് അൺലിസ്റ്റഡ് എന്നുള്ളത്. അതായത് ഇനി മുതൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സ്, നമ്മൾ ഏതോ ഒരു വീഡിയോയിൽ നമുക്ക് ഷോർട്സ് അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്, മാത്രമല്ല അത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതിനുള്ള റീസൺ താഴെ പറയുന്നുണ്ട്. അതിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത ആൾ അതിൻ്റെ ഓഡിയോ, നമ്മൾ സാമ്പിൾ യൂസ് ചെയ്ത ഓഡിയോ അതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് ക്രിയേറ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം അവർ അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പോയിൻ്റ് വൈസ് പറയുന്നുണ്ട്. ഒന്ന്, ഈ വീഡിയോ ഇനി മുതൽ അൺലിസ്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ വീഡിയോ ആർക്കും ഇനി റെക്കമെൻഡ് ചെയ്യുന്നതല്ല ഷോർട്സ്. അതുപോലെ ഈ ഒരു സ്പെസിഫിക് ഷോർട്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അതുപോലെ ഷോർട്സ് ഫീഡിൽ കാണിക്കുന്നതല്ല. അതുപോലെ സെർച്ച് റിസൾട്ടിലൊന്നും ഈ ഒരു ഷോർട്സ് വരുന്നതല്ല. നിങ്ങൾക്ക് എത്ര വ്യൂസ് വന്ന വീഡിയോ ആണെങ്കിലും അത് അൺലിസ്റ്റഡ് ആയിട്ട് യൂട്യൂബ് മാറ്റി വെക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഓട്ടോമാറ്റിക്കലി മ്യൂട്ടാകുന്നതാണ്. ശേഷം 30 ദിവസം വരെ യൂട്യൂബ് ഈ ഒരു വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വെക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാം. പക്ഷേ സെയിം ഓഡിയോ നമുക്ക് ചെയ്തിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ ആ ഒരു 30 ദിവസത്തെ സമയത്തിനുള്ളിൽ വേണമെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോകുന്നതാണ്.
മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇവിടെ യൂട്യൂബ് പറയുന്നുണ്ട്. ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഒറിജിനൽ ഓണർ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് അതേ സാമ്പിൾ ഓഡിയോ ഉപയോഗിച്ച് നമ്മളോട് വീണ്ടും ഇത് റീ അപ്ലോഡ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് ആ ഒരു ഓണർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാമ്പിൾ ഓഡിയോ നമ്മൾ വീണ്ടും അതേ വീഡിയോ വെച്ചിട്ട് അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായിട്ട് യൂട്യൂബ് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു മെയിൽ വരുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങളുടെ ഷോർട്സ് പെട്ടെന്നൊരു ദിവസം അൺലിസ്റ്റഡ് ആകുന്നതും ഡിലീറ്റ് ആയി പോകുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ ഓഡിയോ ഉപയോഗിച്ച് ഷോർട്സ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.